ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രൈബ്സ് ആൻഡ് ആന്ത്രപ്പോളജി എന്നാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പേര്. ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂളാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ട്രൈബ്സ് എന്താണ് എന്ന് നോക്കാം. എ ട്രൈബ് ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ് with a shared territory, language and culture, often characterized by a simple social structure and a common identity. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ട്രൈബ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷെയർഡ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുന്നത് അധിവാസ മേഖല, അതിന് എന്താ പറയുന്നത് അവർ ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക അധിവാസ മേഖലയുണ്ട്, അവർ താമസിക്കുന്ന ഒരു മേഖല, അതിനെയാണ് ഷെയർഡ് ടെറിട്ടറി എന്ന് പറയുന്നത്. അതുകൂടാതെ അവരെല്ലാവരും തമ്മിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ അവർക്ക് സവിശേഷമായിട്ടുള്ള ഒരു സംസ്കാരവും ഉണ്ട്, കൾച്ചറും ഉണ്ട്. ഇതെല്ലാം തന്നെ സാധാരണഗതിയിൽ ക്യാരക്ടറൈസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറും ഒരു കോമൺ ഐഡൻറ്റിറ്റിയും മുഖാന്തരമാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ്, ഒരു ട്രൈബ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സോഷ്യൽ ആയിട്ടുള്ള എന്തുണ്ട്, സ്ട്രക്ചറുണ്ട്, സാമൂഹിക ഘടന ഉണ്ട് അവർക്ക്. അതുകൂടാതെ അവർ ഷെയർ ചെയ്യുന്നൊരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ട്. അവർ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. ഇതാണ് ട്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ട്രൈബ് ഇതാണ്. ഓക്കെ, ദേ ആർ ടിപ്പിക്കലി സെൽഫ് ഗവേണിങ്. സാധാരണഗതിയിൽ മറ്റുള്ള ആളുകളുടെ അധീനതയിലല്ലാതെ അവർ സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുകൂടാതെ എപ്പോഴും അവരുടെ നേതാക്കന്മാർ എല്ലാവരും ആയിട്ട് തിരഞ്ഞെടുക്കുന്ന, അല്ലെ എല്ലാവർക്കും ഒരേ അഭിപ്രായത്തോടു കൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാളോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു ലീഡറോ ആയിരിക്കും അവരുടെ നേതാവായിട്ടുണ്ടാവും. നമ്മൾ മൂപ്പൻ എന്നൊക്കെയുള്ള ഒരു നമുക്ക് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. The history of the tribes is long and varied, with theories about their origins ranging from primordial social structures to evolutionary development. അപ്പം ഈ ഒരു ട്രൈബിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പല രീതിയിലുള്ള തിയറീസായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ ട്രൈബിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഡെഫിനീഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ട്രൈബ്സ് ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് ഓഫൻ ഷെയർ എ കോമൺ നെയിം, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. എപ്പോഴും അവർക്ക് ഞങ്ങൾ എന്നുള്ളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. അതുകൂടാതെ അവർക്കൊരു കോമൺ ആയിട്ടുള്ള പേരുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ കൾച്ചറൽ പ്രാക്ടീസസും അവർക്ക് അവരുടേതായിട്ടുള്ള തനിയായിട്ടുള്ളൊരു കൾച്ചറൽ പ്രാക്ടീസും ഉണ്ട്. അപ്പം ഇതാണ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ട്രൈബിൻ്റെ പ്രത്യേകത. രണ്ടാമത്തേതായിട്ട് ടെറിട്ടറിയാണ്. ദ ഓക്യുപ്പൈ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ വിച്ച് ഇസ് ഓഫൺ സീൻ ആസ് എ സേക്രഡ് ഓർ ഇമ്പോർട്ടൻറ്റ് ടു ദെയർ ഐഡൻറ്റിറ്റി. അവരൊരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയെ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധവും വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അവരുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നത്. തങ്ങളുടെ താവളം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ടെറിട്ടോറിയൽ ഏരിയ എന്നവർ മാർക്ക് ചെയ്യുന്ന പ്രത്യേക സ്ഥലങ്ങളാണിവ. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ. അവരുടെ സാമൂഹിക ഘടന എങ്ങനെയാണ്? വൈൽ വാരിയിങ്, ട്രൈബൽ സൊസൈറ്റീസ് ഓഫൻ ഹാവ് എ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ വിത്ത് ലിമിറ്റഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എ ഫോക്കസ് ഓൺ കോഓപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്. പലർക്കും പലതാണ് കേട്ടോ, പല ട്രൈബ്സിനും പലതാണെങ്കിലും സാധാരണഗതിയിലായിട്ട് ട്രൈബൽ സൊസൈറ്റികൾ എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബറാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. അതുകൂടാതെ അവർ സ്പെഷ്യലൈസ്ഡ് വല്ലാണ്ട് അങ്ങോട്ട് ഓവറായിട്ട് സ്പെഷ്യലൈസ്ഡ് അല്ല. അതായത് ഒരു പ്രത്യേക കലയിലോ അല്ലെങ്കിൽ ഒരു സ്കില്ലിലോ സൂക്ഷ്മമായ നൈപുണ്യമൊന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല ഇവർ. ഇവരുടെ എന്താ പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണെന്ന് നേരത്തെ പറഞ്ഞു. മാത്രമല്ല അവർ പരസ്പരം വളരെയധികം സഹകരണത്തോടുകൂടിയും മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്തുമാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെ ഒരു മോഡേൺ സൊസൈറ്റിയിലുള്ള പോലെ വളരെയധികം സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ ഒരാൾ
ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആ തൊഴിലിലാണ് നൈപുണ്യം നേടിയിരിക്കുന്നത്. ബാക്കിയുള്ള തൊഴിലുകൾക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ വളരെ അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല, വളരെ സിമ്പിളാണ്. എല്ലാവരും ഏതാണ്ട് എല്ലാ തൊഴിലും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. എന്നാലും ചിലർക്ക് ചില പ്രത്യേക ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് താനും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിവിഷൻ ഓഫ് ലേബറും പരസ്പരം ആശ്രയിച്ചും അതുപോലെ പരസ്പരം സഹകരിച്ചും സപ്പോർട്ട് ചെയ്തുമാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് അവരുടെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലീഡർഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് ക്യാൻ ബി ബേസ്ഡ് ഓൺ കൺസെൻസസ്, ഹെറിഡിറ്ററി അതോറിറ്റി ഓർ ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ലീഡ് ഇൻ ടൈംസ് ഓഫ് നീഡ്. ഒന്നുകിൽ അവർ സമവായം മുഖാന്തരം, അതായത് എല്ലാവർക്കും ഒരു ധാരണ, എല്ലാവർക്കും ഏക അഭിപ്രായമുള്ള ഒരാളെ നേതാവായിട്ട് അവരോധിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ടൊരു കുടുംബമാണ് എപ്പോഴും മൂപ്പനായിട്ടോ അല്ലെങ്കിൽ തലവനായിട്ടോ വരുന്നതെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട നെക്സ്റ്റ് ജനറേഷൻ, അങ്ങനെ ഹെറിഡിറ്റി ആയിരിക്കും അതോറിറ്റിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യഘട്ടത്തിൽ ആരാണോ അവരെ മുൻകൈയെടുത്ത് സഹായിക്കുന്നത് അയാളെ എന്താക്കി മാറ്റുന്നു, നേതാവാക്കി മാറ്റുന്ന രീതിയാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് കിൻഷിപ്പ്. കിൻഷിപ്പ് ആൻഡ് ഫാമിലി ടൈസ് ആർ ഓഫൺ സെൻട്രൽ ടു ദ ട്രൈബൽ ലൈഫ്. കിൻഷിപ്പ് എന്താണെന്ന് അറിയാം, ബന്ധുത്വമാണ് അല്ലേ. അപ്പം ബന്ധുത്വവും കുടുംബ ബന്ധങ്ങളും ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈബൽ ലൈഫിൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുന്നത് തന്നെ ഈ കിൻഷിപ്പും ഫാമിലി ടൈസുമാണ്, വിത്ത് സ്ട്രോങ് എംഫസിസ് ഓൺ ഫാമിലി ആൻഡ് ഡിസെൻറ്റ് ഗ്രൂപ്പ്. അപ്പം ഈ ഫാമിലിയിലും അതുപോലെ തന്നെ വരും തലമുറകളിലൊക്കെ ഇവർ, അല്ലെങ്കിൽ മുൻ തലമുറകളിലൊക്കെ അവരെന്ത് ചെയ്യുന്നു, വളരെയധികം ഫോക്കസ്ഡ് ആണ് അവരുടെ ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് സബ്സിസ്റ്റൻസ്. ട്രൈബ്സ് മേ എൻഗേജ് ഇൻ വേരിയസ് ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ്. അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? ഇൻക്ലൂഡിങ് ഹണ്ടിങ്, ഗാദറിങ്, ഫാമിങ്, ഹേർഡിങ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എൻവയോൺമെൻറ്റ്. ഓരോ കാലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ പരിസ്ഥിതിക്കോ അനുസരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഹണ്ടിങ്ങിൽ, ഗാദറിങ്ങിൽ, അല്ലെങ്കിൽ ഫാമിങ്ങിൽ, അല്ലെങ്കിൽ ഹേർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റലിനെ വളർത്തുകയും അതിനെ മേയ്ക്കുകയും ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അത്തരം ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ഇതൊക്കെയാണ് എന്തിൻ്റെ പ്രത്യേകതകൾ. ട്രൈബ്സ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഉത്തരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഹിസ്റ്ററി ആൻഡ് തിയറീസ് ഓഫ് ഒറിജിനാണ്. അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.